അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ സ്വഹാബത്തിന്റെ ജീവിതങ്ങൾ എടുത്തെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഇതേ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. പക്ഷേ ഇതെല്ലാം നേരിട്ടിട്ടും അല്ലാഹുവിന് നന്ദി ചെയ്യാൻ അവർ മറന്നുപോയിട്ടില്ല. അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ അവർ മറന്നുപോയിട്ടില്ല. എന്തേ കാരണം? എനിക്ക് കണ്ണ് തന്നവൻ അല്ലാഹുവാണ്, എനിക്ക് ശ്വസിക്കാൻ വായു തന്നത് അല്ലാഹുവാണ്, നടക്കാനും സംസാര ശേഷിയും സർവ്വതും തന്നത് അല്ലാഹുവാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നില്ലേ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാധുവായ ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സമയം ഒന്ന് ആലോചിച്ചു നോക്ക്. ആർക്കാണ് നമ്മളെ ആവശ്യമുണ്ടായിരുന്നത്? ആർക്കാണ് നമ്മളെ ആവശ്യമുണ്ടായിരുന്നത്? ലാ തഅലമൂന ശൈആ, ലാ തഅലമൂന ശൈആ. നീ ഒരു വസ്തുവുമല്ലായിരുന്നു, നിന്നെ ഒരാൾക്കും അറിയില്ലായിരുന്നു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്, ഞാൻ എൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രംഗം പ്രിയപ്പെട്ടവരെ ഞാൻ ആലോചിക്കണം. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ ഇത് ആലോചിക്കണം. ഒന്നുമല്ലാത്ത വസ്തുവായിരുന്നു നീ. പക്ഷേ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലം മാ തഷ്കുറൂൻ. വജഅല ലകുമുസ് സമഅ, മോനെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾവി ശക്തി പിന്നെ നൽകിയില്ലേ? മാത്രമല്ല വൽ അബ്സാറ, കാഴ്ച ശക്തി അല്ലാഹു നൽകിയില്ലേ? വൽ അഫ്ഇദത, ചിന്താശക്തി അല്ലാഹു നൽകിയില്ലേ? എന്തിനെന്നറിയുമോ? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി മാറാൻ വേണ്ടി. ഈ പ്രയാസം